ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേറ്റ് ജിയോമെട്രിയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പോർഷനാണ്. അതിൽ നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ആണ്. അതായത് രണ്ട് ലൈൻസിനിടയിലുള്ള ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സപ്പോസ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ലൈൻ്റെ സ്ലോപ്പ് നമുക്ക് M1 ആൻഡ് M2 എന്ന് എടുക്കാം. സോ സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ലൈൻ എന്തായിട്ട് എടുക്കാം? ഫസ്റ്റ് ലൈൻ്റെ സ്ലോപ്പ് M1 എന്നും നെക്സ്റ്റ് വൺ സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ലൈൻ നമുക്ക് എന്തായിട്ട് എടുക്കാം? M2 ആയിട്ട് എടുക്കാം. എന്താ M2. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈൻസിന് ഇടയിലുള്ള ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ടാൻ തീറ്റ ഈക്വൽ ടു എന്താണ്ട ടാൻ തീറ്റ ഈക്വൽ ടു M1 മൈനസ് M2 ബൈ 1 പ്ലസ് M1 M2 ആണ്. എന്താണ്ട രണ്ട് ലൈൻ്റെ സ്ലോപ്പ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആ രണ്ട് ലൈൻസിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? ടാൻ തീറ്റ ഈക്വൽ ടു M1 മൈനസ് M2 ബൈ 1 പ്ലസ് M1 M2. ഇതിലൊരു അഡീഷണൽ ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ രണ്ട് ലൈൻസും പാരലാണെങ്കിൽ ഒരിക്കലും ഈ ലൈൻസ് എന്ത് ചെയ്യൂല, കൂട്ടിമുട്ടൂല അല്ലേ? അപ്പോൾ കൂട്ടിമുട്ടാത്ത ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈനിൻ്റെയും സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. M1 ഈക്വൽ ടു എന്തായിരിക്കും? M2 ആയിരിക്കും. ഇനി അടുത്ത പറയുന്ന കാര്യം, ഈ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ലൈൻസിനിടയിലും വരുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ രണ്ട് ലൈനിൻ്റെയും സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ്, അതായത് M1 ഇൻറ്റു M2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ -1 കിട്ടും. ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ രണ്ട് ലൈൻസ് പാരലാണെങ്കിൽ എന്താണ് അതിൻ്റെ സ്ലോപ്പ്? രണ്ട് ലൈനിൻ്റെയും സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ രണ്ട് ലൈൻസ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ, അതായത് ആ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ്? M1 ഇൻറ്റു M2 എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ഇവിടെ -1 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ഓർമ്മയിൽ വേണം. ഇനി ഇതിൽ തന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ലൈൻ്റെ സ്ലോപ്പ് ഡയറക്റ്റ് തരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇനി സപ്പോസ് ചിലപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് ഇക്വേഷൻ തരാം, രണ്ട് ലൈൻ്റെ ഇക്വേഷൻ തരാം. രണ്ട് ലൈൻ്റെ ഫസ്റ്റ് ഒരു ലൈൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: A1x പ്ലസ് B1y പ്ലസ് C1 ഈക്വൽ ടു 0. ഇതൊരു ലൈൻ്റെ ഇക്വേഷൻ. അടുത്തൊരു ലൈൻ്റെ ഇക്വേഷൻ A2x പ്ലസ് B2y പ്ലസ് C2 ഈക്വൽ ടു 0. ഇത് രണ്ട് ലൈൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ ഇവയ്ക്കിടയിൽ വരുന്ന ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ടാൻ തീറ്റ ഈക്വൽ ടു ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. നിങ്ങൾ പഠിച്ചു വയ്ക്കുക. A2B1 എന്താണ്? A2B1 മൈനസ് A1B2 ഓൾ ഡിവൈഡഡ് ബൈ A1A2 പ്ലസ് B1B2. എന്താണ്ട? A2B1 മൈനസ് A1B2 ഓൾ ഡിവൈഡഡ് ബൈ A1A2 പ്ലസ് B1B2 ആയിരിക്കും. ഇതെങ്ങനെയാണ്? രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ തരികയാണെങ്കിൽ നമുക്ക് എന്താണ് അത് അവയ്ക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇല്ലെങ്കിൽ അല്ലാതെയും ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ലൈനിൽ നിന്ന് M1 കണ്ടുപിടിക്കാം. അറിയാമല്ലോ, നമുക്ക് അതിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? -A1/B1 ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? -A1/B1 ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? M1 കിട്ടും. അതുപോലെ -A2/B2 ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? M2 കിട്ടും. ഇത് രണ്ട് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? കാണാതെ പഠിച്ചങ്ങ് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഈ രണ്ട് ലൈൻസ് എന്താണ്? പാരലൽ ആണെങ്കിൽ ഒന്നാമത്തെ സ്ലോപ്പ് എന്താണ്? -A1/B1 അല്ലേ? -A1/B1 ഈക്വൽ ടു രണ്ടാമതിൻ്റെ സ്ലോപ്പ് എന്താണ്? A2/B2 അല്ലേ? -A2/B2. ഈ മൈനസും മൈനസും ക്യാൻസൽ ചെയ്യാം. ഫൈനൽ നമുക്ക് എന്ത് കിട്ടും? ആ രണ്ട് ലൈൻ ഈക്വൽ ആണെങ്കിൽ A1/B1ഉം A2/B2 എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതെന്താണ്? രണ്ട് ലൈനും പാരലൽ ആണെങ്കിൽ എന്തായിരിക്കും? ആ ഒരു രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് കിട്ടും? A1/B1 ചെയ്യുമ്പോഴും A2/B2 ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? ആൻസർ സെയിം ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഈ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും? അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇതാണെന്ന് നോക്കിക്കോണേ. A1A2 പ്ലസ് എന്താണ്ട? A1A2 പ്ലസ് B1B2 ഈക്വൽ ടു എന്തായിരിക്കും? 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ രണ്ട് ലൈൻസ് എന്താണ്ട?
എന്താണ് പെർപെൻഡിക്കുലർ ആണ്. എന്താണ് പെർപെൻഡിക്കുലർ. ഓക്കെ, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ, രണ്ട് ലൈൻസിനിടയിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതാ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ് വിത്ത് ദി ഫോളോയിങ് സ്ലോപ്പ്. ഇതാ ഒന്നാമത്തെ സ്ലോപ്പ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതിൽ M1 എത്രയുണ്ട്? M1 2ഉം M2 ഏതാണ്ട 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാൻ തീറ്റ ഇക്വേഷൻ. അവയ്ക്കിടയിലുള്ള സ്ലോപ്പ് അറിയാമെന്നുണ്ടെങ്കിൽ അവയ്ക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്ട? ടാൻ തീറ്റ ഈക്വൽ ടു, പറഞ്ഞ ഇക്വേഷൻ എന്ന് പറഞ്ഞു എന്താണ്? ടാൻ തീറ്റ ഈക്വൽ ടു M1 മൈനസ് M2 ബൈ 1 പ്ലസ് M1 M2. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M1ൻ്റെ വാല്യൂ ഏതാണ്? 2 മൈനസ് 1/3 ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് M1 M2. അപ്പോൾ 2 ഇൻറ്റു 1/3. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ എന്ത് ചെയ്യാം? ക്രോസ് ആയിട്ട് 2/1 എന്ന് കൊടുക്കുക അല്ലേ? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ 2 ഇൻറ്റു 3 6 മൈനസ് 1 ഇൻറ്റു 1 1 ബൈ 1 ഇൻറ്റു 3 3 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്ട? 2 ഇൻറ്റു 1 2/3. ഇവിടെ നമുക്ക് ബൈ 1 എന്ന് കൊടുക്കാം. എന്നിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ അല്ലേ? മുകളിൽ 6 മൈനസ് 1 എന്താവും? 5 5/3. താഴെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ 1 ഇൻറ്റു 3 3 പ്ലസ് 1 ഇൻറ്റു 2 2 ബൈ 1 ഇൻറ്റു 3 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 ഓൾ ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2 എന്താണ്ട? 5/3. 5/3യും 5/3യുടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ടാൻ തീറ്റയുടെ വാല്യൂ ഫൈനൽ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. എപ്പോഴാണ് ടാനിൻ്റെ വാല്യൂ 1 ആയിട്ട് പറഞ്ഞത്? എപ്പോഴാണ്? ടാൻ 45 ചെയ്യുമ്പോഴാണ്. ടാൻ 45 നമുക്കത് ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ടാൻ 45ൻ്റെ വാല്യൂ ആണ് എന്ത്? 1. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ഏതാണ്? തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് ഉണ്ടാ? തീറ്റ 45 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ √3 പിന്നെ ഏതാണ്ട 1/√3 ആണ്. അത് നമുക്ക് ഇതുപോലെ ചെയ്തു നോക്കാം. M1 ഈക്വൽ ടു എന്താണ്ട? √3യും M2 എത്രയാണ്? 1/√3. നമുക്ക് ചെയ്യാം. ടാൻ തീറ്റ ഈക്വൽ ടു എന്താണ്? M1 മൈനസ് M2 ബൈ 1 പ്ലസ് M1 M2. ദാറ്റ് ഈസ് ഈക്വൽ ടു M1 മൈനസ് M2. M1 ആരാണ്ട? M1 √3 മൈനസ് 1/√3 ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് M1 എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു M2 എന്ന് പറഞ്ഞാൽ 1/√3. ഇവിടെ ഈ ഒരു √3യും √3യുടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് ബൈ 1 കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ √3 ഇൻറ്റു √3 എന്താവും? 3. എടാ പഠിച്ചു വയ്ക്കുക. √3 ഇൻറ്റു √3 ആൻസർ എന്താണ്? 3 ആണ് ആൻസർ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? √3 ഇൻറ്റു √3 എന്താണ് ആൻസർ? 3 എന്നാണ് ആൻസർ. ഓക്കെ, പഠിച്ചു വയ്ക്കുക. √x ഇൻറ്റു √x ആൻസർ എന്താണ്ട? എക്സ്. അതുപോലെ √xൻ്റെ സ്ക്വയർ ആൻസർ എന്താണ്? എക്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? √3 എന്ത് ചെയ്യും? √3 ആയിട്ട് എന്ത് ചെയ്യും? ഇൻറ്റു √3 ഇൻറ്റു √3 എത്രയാണ് ആൻസർ? 3 അല്ലേ? 3 മൈനസ് അടുത്ത 1 ഇൻറ്റു 1 എന്താണ് ആൻസർ? 1 ബൈ എന്താണ്? 1 ഇൻറ്റു 3 1 ഇൻറ്റു √3 എന്താണ്? √3. നമുക്കല്ലാതെ ചെയ്യാം. നോക്കിക്കേ. √3 ഇൻറ്റു √3 മൈനസ് 1 ഇൻറ്റു 1 ഓൾ ഡിവൈഡ് ബൈ 1 ഇൻറ്റു √3 ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് ഇവിടെ എല്ലാം ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഇവിടെ ആരേ ഉള്ളൂ? 1 ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു, അവിടെ അതൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഞാൻ തന്നെ പറഞ്ഞ് തെറ്റിച്ചു. √3 ഇൻറ്റു √3 എന്താണ് ആൻസർ? 3 ആണല്ലേ? ഇവിടെ ആൻസർ 3 ആണ് കേട്ടോ. 3 എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയത്. 3 മൈനസ് 1 ബൈ എന്താണ്? √3. അപ്പോൾ 3 മൈനസ് 1 എത്രയാണ് ആൻസർ? 2/√3 ഓൾ ഡിവൈഡ് ബൈ താഴെ 1 പ്ലസ് 1 എത്രയാണ്? 2 ആണ്. 2 നമുക്ക് വേണമെങ്കിൽ 2/1 എന്ന് എഴുതി കൂടെ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക?
2/√3 അങ്ങനെ തന്നെ എഴുതും. 2/1 മുകളിൽ പോകുമ്പോൾ എന്താവും ഇവിടെ അത് റെസിപ്രോക്കൽ ആവും, 1/2 എന്നാവും. ഈ ഒരു 2ഉം ഈ ഒരു 2 കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഫൈനൽ നമുക്ക് എന്ത് കിട്ടും, 1/√3 എന്ന് കിട്ടും. അതായത് ടാൻ്റെ വാല്യൂ എത്രയാണ് വേണ്ട, 1/√3 ആവുകയാണ്. എപ്പോഴാണ് ടാൻ്റെ വാല്യൂ 1/√3 ആവുക? ടാൻ്റെ വാല്യൂ 1/√3 ആവുന്ന കണ്ടീഷൻ എപ്പോഴാണ് ടാൻ 30 എന്താണ്ടാ ടാൻ 30 ആണ് എന്ത്, ടാൻ 30 ആണ് 1/√3. അതുകൊണ്ട് തന്നെ തീറ്റയുടെ ഇവിടുത്തെ വാല്യൂ എത്രയാണ്, 30 ഡിഗ്രി. എത്ര ഡിഗ്രി ഉണ്ടോ, 30 ഡിഗ്രി. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ M1 = M1ൻ്റെ വാല്യൂ എത്രയാണ്, 3/4ഉം M2ൻ്റെ വാല്യൂ എത്രയാണ്, -2/3 -2/3. നമുക്ക് എന്ത് ചെയ്യാം, നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ടാൻ തീറ്റയുടെ ഇക്വേഷൻ എന്താണ്, M1 - M2/1 + M1 M2. അപ്പോൾ M1 ആരെന്ന് പറഞ്ഞാൽ ആരാണ്, 3/4 മൈനസ് M2 എന്ന് പറഞ്ഞാൽ ആരാണ്ടാ, -2/3 ഓൾ ഡിവൈഡഡ് ബൈ 1 + M1 എന്ന് പറഞ്ഞാൽ 3/4 ഇൻറ്റു M2 എന്ന് പറഞ്ഞാൽ -2/3. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ ഈ മൈനസും ജോയിൻ ചെയ്യുമ്പോൾ എന്താ അവിടെ, മൈനസും അടുത്ത് വരുമ്പോൾ എന്താകും, അത് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ 3/4 + 2/3 ഓൾ ഡിവൈഡ് ബൈ 1 + താഴെ എന്താണ്, ഒരു ഫ്രാക്ഷൻ ഇന്ത്യ വന്നേക്കണം, കണ്ടോ നിങ്ങൾ, 3/4 ഇൻറ്റു -2/3. അപ്പോൾ 3 × -2 എന്താവും, -6. 4 × 3 എന്താവും, 12. ഓക്കെ, 3 നമ്മൾ -2 ആയിട്ട് ഇൻറ്റു ചെയ്യും, 4നെ 3 ആയിട്ട് ഇൻറ്റു ചെയ്യും. ഓക്കെ, 3യെ -2 ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ -6 അല്ലേ. അപ്പോൾ ഇവിടെ ഈ മൈനസിന് ഇവിടെ കൊടുക്കുകയാണ്, -6/4 × 3 എത്രയാണ്ടാ, 12. 6ഉം 12 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടും നമുക്ക്, അത് ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യായിരുന്നു കേട്ടോ. ഈ ഒരു 3യും ഈ ഒരു 3യും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യും, ഇൻറ്റു ഇതേക്കല്ലേ. അപ്പോൾ 1 × -2 1 × - ഇവിടെ 1 ആണ്, 1 ഇവിടെയും 1 ആണ്. 1 × -2 -2/4 × 1 4. അപ്പോൾ ആ 2ഉം 4ഉം വെട്ടായിരുന്നു, ആകെ കിളി പോയി. അതും കൂടെ ഒന്ന് ക്യാൻസൽ ആയിട്ട് എഴുതണേ. ഇവിടെ 1, ഇവിടെ എന്താണ് 2. സോ ആൻസർ -1/2 എന്ന് കിട്ടും. മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് ആയിട്ട് ഉണ്ട്, ഇവിടെ നിന്ന് വെട്ടിത്തള്ളല്, കാരണം അവിടെ 3 നമുക്ക് എന്താണ് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. കാരണം നടുക്കിടക്കുന്ന സിമ്പിൾ ഏതാണ്, നടുക്കിടക്കുന്ന പ്ലസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റൂല. എപ്പോഴും ഓർമ്മ വേണേ. നമുക്ക് ഇവിടെ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻ, 3 × 3 + 4 × 2 ബൈ എന്താണ് 4 × 3. സ്റ്റാർട്ട് ചെയ്യാം. 3 × 3 എത്രയാണ്ടാ, 9 + 4 × 2 എത്രയാണ്ടാ, 8 അല്ലേ. 4 × 8 ബൈ 4 × 3 എത്രയാണ്ടാ, 12 ഓൾ ഡിവൈഡ് ബൈ 1 - ½ 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. 1 - അര എത്രയാണ്ടാ, അര. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 + 8 എത്രയാണ്ടാ, 17/12 ഓൾ ഡിവൈഡ് ബൈ 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 17/12 നമ്മൾ അങ്ങനെ എഴുതും. ഈ 1/2 മുകളിൽ പോകുമ്പോൾ എന്താ കൂടെ, 2/1 റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 12നും 2ഉം കൂടെ ക്യാൻസൽ ചെയ്യും. ഇവിടെ 1 ഇവിടെ എത്രയാണ്ടാ, 6. ആൻസർ 17/6 എന്ന് കിട്ടും. അതായത് ടാൻ തീറ്റ = 17/6. നമ്മൾ പഠിച്ചിട്ടുള്ള വാല്യൂ ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല. ഇതിൻ്റെ വാല്യൂ ഒരു പ്രത്യേകമായിട്ടുള്ള വാല്യൂ ഉള്ള ഒരു സംഭവം അല്ല 17/6 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തീറ്റ അവിടെ വെച്ചിട്ട് ഈ ടാൻ അപ്പുറത്ത് പോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് ആവും. എന്താവും, ടാൻ ഇൻവേഴ്സ് 17/6 എന്ന് എഴുതുക. അത്രയും മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇവിടെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ ഹാവിംഗ് വെർട്ടിസസ് 3, 2, 5, -4 ആൻഡ് 1, -2. ഒരു ട്രയാങ്കിളിൻ്റെ എന്താണ് 3 വെർട്ടിസസ് ആണ്, അതായത് 3 കോർണർ പോയിന്റ്സ് ആണ്. അതൊക്കെ 3, 2, അതുപോലെ 5, -4, 1, -2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോന്നും എടുക്കാം. ഇതിനെ എ എടുക്കണം. എ എന്ന് പറഞ്ഞാൽ ഏതാണ്ടാ, 3, 2. അടുത്തത് ബി എന്ന് പറഞ്ഞാലാണ്, ബി എന്ന് പറഞ്ഞാൽ എന്താണ്, 5, -4 5, -4. സി ആയിട്ട് ആരെ എടുക്കുകയാണ്, 1, -2. അപ്പോൾ നമുക്ക് 2 ലൈൻസ് എടുക്കാം. ഇവിടെ നോക്കി, എ ബിയും എടുക്കാം, ബി സിയും എടുക്കാം.
അപ്പോൾ ഈ ഒരു ആംഗിൾ കിട്ടൂല. എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം എ ബിയുടെ സ്ലോപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതുപോലെ ബി സിയുടെ സ്ലോപ്പ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ട് സ്ലോപ്പും അറിയാമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലൈൻസിനിടയിലുള്ള ആംഗിൾ, ഈ ലൈൻസിനും ഈ ലൈനിനും ഇടയിലുള്ള ആംഗിളായിട്ടുള്ള ആംഗിൾ ബി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ. ഇത്രയേ ഉള്ളൂ. എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, ആംഗിൾ കണ്ടുപിടിക്കുക. അതുപോലെ ആംഗിൾ അല്ല, സ്ലോപ്പ് കണ്ടുപിടിക്കുക. അതുപോലെ എന്താണ് ബി സി എന്ന് പറയുന്ന ആ ഒരു ലൈനിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, സ്ലോപ്പ് കണ്ടുപിടിക്കുക. ആ രണ്ട് സ്ലോപ്പും വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക, ആ രണ്ട് ലൈൻസിനുള്ള ആംഗിൾ നമുക്ക് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഈ ഒരു ആംഗിൾ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യും, കിട്ടും. ആംഗിൾ ബി എന്ത് ചെയ്യും, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യും നമുക്ക് ആദ്യം എന്താണ് സ്ലോപ്പ് എടുക്കാം. ആരുടെ സ്ലോപ്പ് എടുക്കണം? സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് വൺ സ്ലോപ്പ് ഓഫ് എ ബി എടുക്കാം അല്ലേ. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ബി സ്ലോപ്പ് ഓഫ് എ ബി എന്തായിരിക്കും കൂടാ? രണ്ട് പോയിന്റ് അറിയാമെങ്കിൽ സ്ലോപ്പ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? y2 മൈനസ് y1 ബൈ s2 മൈനസ് x1. ഇക്വേഷനൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് വീണ്ടും എന്താണ് ഇക്വേഷൻ എഴുതിക്കൊണ്ടിരിക്കുക, ടൈമില്ല. അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യുകയാണ്. എ ബിയിൽ ഇത് x1 y1ഉം ഇതെന്താണ്ട s2 y2 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് മുകളിൽ ഏത് എഴുതാം? y2 മൈനസ് y1, അല്ലെങ്കിൽ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. y1 മൈനസ് y2 എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. തൽക്കാലം എന്താണ് y2 മൈനസ് y1 എന്ന് എഴുതിയാൽ, അപ്പോൾ -4 മൈനസ് y1 ആരാണ്ട 2 ബൈ താഴെയാണെങ്കിൽ s2 മൈനസ് x1, s2 ആരാണ് 5 മൈനസ് 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -4 മൈനസ് 2 എന്താണ്ട -6 ബൈ 5 മൈനസ് 3 2 ആണ്. ക്യാൻസൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ -3 എന്ന് കിട്ടും. അപ്പോൾ എ ബിയുടെ സ്ലോപ്പ് എന്താണ്ട്? എ ബിയുടെ സ്ലോപ്പ് -3 ആണ്. -3. നമുക്ക് അതുപോലെ എന്ത് വേണം? ബി സിയുടെ സ്ലോപ്പ് വേണം. സ്ലോപ്പ് ഓഫ് ബി സിയുടെ സ്ലോപ്പ് എന്തായിരിക്കും? ആ സമയത്ത് നമുക്ക് ഇതിങ്ങനെ എഴുതാം, തിരിച്ചെടുക്കാം. എങ്ങനെ എടുക്കാം? ഇത് x1 y1 ആയിട്ടും എങ്ങനെ എടുത്താലും കിട്ടും. ഇത് x1 ഇത് y1ഉം ഇതെന്താണ്? ഇത് s2 ഇത് y2 ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരിക്കും കിട്ടുന്ന ആൻസർ? സ്ലോപ്പ് ഓഫ് ബി സി എന്തായിരിക്കും? y2 മൈനസ് y1. y2 ആരാണ്ട -2 മൈനസ് y1 ആരാണ്? -4 ബൈ s2 മൈനസ് x1. s2 ആരാണ്ട 1 മൈനസ് x1 ആരാണ്? 5. ഇവിടെ എന്താണ്? -2 മൈനസും മൈനസോട് ജോയിൻ ചെയ്യുമ്പോൾ എന്താവും? മൈനസ് എന്താവും? ഇവിടെ പ്ലസ് ആവും. അപ്പോൾ -2 പ്ലസ് 4 ബൈ 1 മൈനസ് 5 -4. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 പ്ലസ് 4. എന്താണ് -2 പ്ലസ് 4? 2 ബൈ -4. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൻസർ -1/2 എന്നിട്ട് -1/2. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? -1/2 എന്നായി. നെക്സ്റ്റ് വൺ, സ്ലോപ്പ് ഓഫ് എ സിയുടെ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സ്ലോപ്പ് ഓഫ് എന്താണ്? സ്ലോപ്പ് ഓഫ് എ സി. സ്ലോപ്പ് ഓഫ് എ സിയുടെ കണ്ടുപിടിക്കാം. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ സി ഈക്വൽ ടു എ സിയുടെ സ്ലോപ്പ് പറയുമ്പോൾ നമുക്ക് എന്താണ്? ആരെ എടുക്കാം? ഇതിൽ നമുക്ക് വേറൊരു കളറൊക്കെ സെലക്ട് ചെയ്യാം. അടുത്ത എ സിയുടെ ഇത് പറയുമ്പോൾ ഇത് x1 y1 ആയിട്ടും ഇതെന്താണ്? ഇത് s2 y2 ആയിട്ട് സെലക്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ്? y2 മൈനസ് y1. y2 ആരാണ്? -2. y1 ആരാണ്? 2 ആണ്. അപ്പോൾ -2 ബൈ അടുത്തത് s2 മൈനസ് s1. s2 ആരാണ്? 1 മൈനസ് 3. 1 മൈനസ് 3. അപ്പോൾ -2 ആൻസർ എന്താണ്ട? -4 ബൈ 1 മൈനസ് 3. 1 മൈനസ് 3 എത്രയാണ്? -2. ഈ ഒരു മൈനസ് ക്യാൻസൽ ചെയ്യാം. 4ൻ്റെ കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 2, ഇവിടെ എത്ര? 1. നമുക്ക് അതിൻ്റെ ആൻസർ എത്ര കിട്ടും? 2 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അത് കറക്റ്റായിട്ട് ഞാൻ എഴുതാം. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ -1/2 അല്ലേ. ഇവിടെ എത്ര കിട്ടിയതാ? ഇത് 2 ആണ്. ഇത് 2. ഇതേതാണ്? -1/2. നമുക്ക് ആദ്യം ഇവിടെ ആരെ കണ്ടുപിടിക്കാം? ആംഗിളെ കണ്ടുപിടിക്കാം. അപ്പോൾ ആംഗിളെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് രണ്ട് സ്ലോപ്പ് ഉണ്ട്. ഞാൻ ഇവിടെ M1 ആയിട്ട് ആരെ എടുക്കുകയാണ്? -3യും M2 ആയിട്ട് ആരെ എടുക്കുകയാണ്? M2 ആയിട്ട് 2നെ എന്ത് ചെയ്യേണ്ട? സെലക്ട് ചെയ്യണം. ഓക്കെ,
M2 ആയിട്ട് 2നെ എന്താണ് സെലക്ട് ആംഗിൾ എ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ടാൻ എ എന്താണ് ടാൻ എ എന്ന് പറയുമ്പോൾ M1 മൈനസ് M2 ബൈ 1 പ്ലസ് M1 M2. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ആൻസർ? M1 എന്ന് പറഞ്ഞാൽ അറിയേണ്ട M1 ഇവിടെ -3 ആണ് സ്ഥലം. -3 മൈനസ് M2 എന്ന് പറഞ്ഞാൽ 2 ആണ് ബൈ 1 പ്ലസ് M1 M2 -3 ഇൻറ്റു 2. ദാറ്റ്സ് കൊണ്ട് -3 - 2 ആണ്. എന്താണ് -5 ബൈ 1 -3 ഇൻറ്റു 2 എന്താണ് -6 ആണ്. സോ -5 ബൈ 1 - 6 എന്താണ് -5. അവിടെ ക്യാൻസലായി പോവും 1 എന്ന് കിട്ടും. അപ്പം ടാൻ്റെ വാല്യൂ 1 കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴാണ് ടാൻ്റെ വാല്യൂ 1 ആവുക? ടാൻ 45ൻ്റെ വാല്യൂലടാ 1. ടാൻ 45 അല്ലേ 1. അപ്പോൾ എ എന്ന് പറഞ്ഞ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി. ഇതുപോലെ നമുക്ക് ന്യൂര ആംഗിളൂടെ കണ്ടുപിടിക്കണം. ആംഗിൾ ബി അല്ലെങ്കിൽ ആംഗിൾ സി. ഇനി ആരെ കണ്ടുപിടിക്കാൻ പോവുകയാണ്? ആംഗിൾ ബി എന്ത് ചെയ്യാൻ പോവുകയാണ്? കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. നോക്കിക്കോ അതെങ്ങനെയാണെന്നുള്ളത്. ആംഗിൾ ബിയുടെ കാര്യത്തിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 ആംഗിൾ എടുക്കുകയാണ്. ഫസ്റ്റ് M1 എന്ന് പറഞ്ഞ് എടുക്കുന്നത് ആരെയാണ്? M1 ആയിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് M1 ആയിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത് -1/2 M2 ആയിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നതാണ് -3 ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ടാൻ ബി എന്ന് പറയുന്നത് എന്തായാലും ടാൻ ബി എന്ന് പറഞ്ഞാൽ M1 മൈനസ് M2 ബൈ 1 പ്ലസ് M1 M2. അപ്പോൾ M1 എന്ന് പറയുന്നത് -1/2 മൈനസ് M2 എന്ന് പറഞ്ഞാൽ ആരാണ്? -3 ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് M1 ഇൻറ്റു M2. M1 എന്ന് പറഞ്ഞാൽ -1/2 ഇൻറ്റു M2 എന്ന് പറഞ്ഞാൽ -3 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു -1/2. ഇവിടെ മൈനസ് അടുത്തിടും എന്താവും? ഇവിടെ മൈനസ് അടുത്തിടും എന്താവും? അത് പ്ലസ് ആവും. സോ +3 ബൈ 3/1 എന്നിടയാണ് ബൈ 1 -1/2 ഇൻറ്റു -3. ഇവിടെ അവിടെ മൈനസ് ഇൻറ്റു മൈനസ് എന്താ? ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാണ് സംഭവം? 1 പ്ലസ് 1 ഇൻറ്റു 3/2. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -1 ഇൻറ്റു 1 -1 ഇൻറ്റു 1 എത്ര എന്താ? -1 പ്ലസ് -1 പ്ലസ് 2 ഇൻറ്റു 3 എത്രയാണ്? 6 ബൈ 2 ഇൻറ്റു 1 2 ഓൾ ഡിവൈഡ് ബൈ താഴെ നമുക്ക് എന്താണ് 1/1 എന്നിട്ട് ക്രോസ് ചെയ്യാം. 1 ഇൻറ്റു 2 പ്ലസ് 3 ബൈ 1 ഇൻറ്റു 2 എത്രയാണ്? 2 ബൈ 2 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. -1 പ്ലസ് എത്രയാണ് ആൻസർ? 5. 2 പ്ലസ് 3 5 എവിടെ ക്യാൻസൽ? നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. എപ്പോഴാണ് ടാൻ്റെ വാല്യൂ 1 ആവുക? ടാൻ 45ൻ്റെ വാല്യൂലോടെ 1. സോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബി എത്ര തന്നെയാണ്? 45 ആണ്. ഇത് 45 ആണെങ്കിൽ ആംഗിൾ സി എന്തായിരിക്കും? ആംഗിൾ സി 3 ആംഗിളിൻ്റെ സമം 180 ആണേ. അപ്പോൾ 180യിൽ നിന്ന് ഈ 2 ആംഗിൾ കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ചാൽ പോരെ. അപ്പോൾ 45 പ്ലസ് 45 എത്രയാണ്? 90. 180 മൈനസ് 90 എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ സി എന്ന് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. വളരെ ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് ദി പോയിന്റ്സ് 3, -5, -5, -4, 7, 10 ആൻഡ് 15, 9 ടേക്കൺ ഇൻ ഓർഡർ ആർ ദി വെർട്ടിസസ് ഓഫ് എ പാരലോഗ്രാം. ഇതെല്ലാം ഒരു പാരലോഗ്രാമിൻ്റെ കോർണർ പോയിന്റ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? നമ്മൾ ആദ്യം ഇതിന് എന്ത് ചെയ്യും? ഒരു സൈഡിൽ തുടങ്ങാം. ഇതിനെ എ എന്ന് വരും. ഇതെന്താണ്ട? എ. അടുത്തത് ബി. അടുത്തതാണ്ട? ബി. അടുത്ത ചാടിക്കയറി സി. നിങ്ങൾ ഇവിടെ എന്താണ്? ഇവിടെ കൊണ്ടെഴുതി വെക്കരുത്. എന്നാൽ എന്താണ്? എല്ലാം എന്ത് ചെയ്യും? തെറ്റിപ്പോവും. അങ്ങനെ ചെയ്യരുത്. അതേ ഓർഡർ തന്നെ പോകണം. എ എഴുതി, ബി എഴുതി, അടുത്ത സി നമ്മൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. സി അടുത്ത ഡി എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ. എ ബി സി ഡി ഇതേ ഓർഡർ തന്നെ പോകണം. അല്ലാതെ മാറ്റി എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൻസർ ഫുൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് തെറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എ എന്ന് പറഞ്ഞാൽ ഏതാണ്ട? എ എന്ന് പറഞ്ഞാൽ 3, -5. ബി എന്ന് പറഞ്ഞാൽ -5, -4. സി എന്ന് പറഞ്ഞാൽ 7, 10. ഡി എന്ന് പറഞ്ഞാൽ 15, 9. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാത്തിൻ്റെയും സ്ലോപ്പ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് എ ബി.
സ്ലോപ്പ് ഓഫ് എ ബി എന്താണ്? എ ബിയുടെ സ്ലോപ്പ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? പറഞ്ഞോ. y2 മൈനസ് y1 ബൈ s2 മൈനസ് x1. ഇവിടെ y2 വരാണ്ട, y2 എയും ബിയും അല്ലേ? അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ ഇത് x1, രണ്ടാമത്തത് y1, ഇതെന്താണ് s2, ഇതെന്താണ് y2. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. y2 മൈനസ് y1, y2 വരാണ്ട, y2 എന്ന് പറഞ്ഞാൽ -4 ആണ്, മൈനസ് y1 ആരാണ്? -5 ബൈ s2 മൈനസ് x1, s2 വരാണ്ട, s2 -5 മൈനസ് x1 ആരാണ്? 3 ആണ്. അപ്പോൾ മുകളിൽ എന്ത് കിട്ടും? -4 മൈനസ് കഴിഞ്ഞാൽ അവിടെ എന്താവും? +5 എന്നാവും അല്ലേ? ബൈ താഴെ എന്താണ്? -5 മൈനസ് എന്താണ് ആൻസർ? -8 എന്ന് കിട്ടും. -4 + 5 എത്രയാണ് ആൻസർ? -4 + 5 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ്. 1/-8 എന്ന് കിട്ടും. അതായത് -1/8 എന്ന് കിട്ടും. ഇതുപോലെ നിങ്ങളെല്ലാം കണ്ടുപിടിക്കുക. ഇതുപോലെ നമുക്ക് എ ബിയുടെ സ്ലോപ്പ് നമുക്ക് എത്ര കിട്ടി? എ ബിയുടെ സ്ലോപ്പ് -1/8 എന്ന് കിട്ടും. എ ബിയുടെ സ്ലോപ്പ് 1/8. അടുത്ത സ്ലോപ്പ് ഓഫ് ബി സി നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്യുക. ഞാൻ ഇവിടെ ആൻസർ അങ്ങ് എഴുതി വയ്ക്കുകയാണ്. സ്ലോപ്പ് ഓഫ് ബി സി നമുക്ക് 7/6 എന്ന് കിട്ടും. 7/6 ചെയ്തു നോക്കണേ നിങ്ങൾ. അടുത്ത സ്ലോപ്പ് ഓഫ് ബി സി നമുക്കിവിടെ കിട്ടുന്ന ആൻസർ -1/8 എന്ന് കിട്ടും. അതുപോലെ എന്താണ്ട സ്ലോപ്പ് ഓഫ് ഡി നമുക്ക് എന്ന് കിട്ടും 7/6 എന്ന് കിട്ടും. ഓക്കെ, 7/6 എന്ന് കിട്ടും. നോക്കിക്കോണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇവിടെ എ ബിയുടെ സ്ലോപ്പ് എന്താണ്? -1/8 ഡി സിയുടെ സ്ലോപ്പും -1/8 എന്ന് കിട്ടുകയാണ്. കിട്ടിയോ ഇല്ലേ? കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എ ബിയും ഡി സിയുടെയും സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? എന്താണ്? എ ബി ആർക്ക് പാരലാണ്? എ ബിയും ഡി സിയും എന്ത് ലൈൻസാണ്? പാരലൽ ലൈൻസാണ്. എന്ത് ലൈൻസാണ്? പാരലൽ ലൈൻസാണ്. എ ബിയും ഡി സി ഇപ്പോൾ എന്തായി? പാരലായി. അതുപോലെ തന്നെ ഇനി എ ഡിയുടെ സ്ലോപ്പ് എന്താണ്? അല്ലെങ്കിൽ ഡിയുടെ സ്ലോപ്പ് എന്താണ്? 7/6ഉം അതുപോലെ ബി സിയുടെ സ്ലോപ്പും എന്ത് തന്നെയാണ്? 7/6ഉം ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഡി എ എന്ന് പറയുന്നത് ആർക്ക് പാരലാണ്? ഡി സിക്ക് പാരലാണ്. ഡി സിക്ക് എന്താ? പാരലാണ്. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായാൽ അതെന്ത് സാധനം തന്നെയാണ്? ഈ ഒരു ഫിഗർ എന്ത് തന്നെയാണ്? ഇതൊരു പാരലലോഗ്രാം തന്നെയാണ്. ഇതിനേണ്ട പാരലലോഗ്രാം തന്നെയാണ്. എന്താണ്? ഇതെന്ത് ഫിഗറാണ്? ഒരു പാരലലോഗ്രാമാണ്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പ്രോബ്ലംസ് എല്ലാം മാക്സിമം എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. മാക്സിമം എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.